വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. The Gospel according to Saint John, chapter 12, verses 20 to 26. Now among those who went up to worship at the festival were some Greeks. They came to Philip, who was from Bethsaida in Galilee, and said to him, "Sir, we wish to see Jesus." Philip went and told Andrew. Then Andrew and Philip went and told Jesus. Jesus answered them, "The hour has come for the Son of Man to be glorified. Very truly, I tell you, unless a grain of wheat falls into the earth and dies, it remains just a single grain. But if it dies, it bears much fruit. Those who love their life lose it, and those who hate their life in this world will keep it for eternal life. Whoever serves me must follow me, and where I am, there will my servant be also. Whoever serves me, the Father will honor." This is the word of our Lord Jesus Christ. പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ ആരാധനയിൽ വരുവാനും സംബന്ധിക്കുവാനും നമുക്ക് ഇത്രയും പേർക്ക് സാധിച്ചതോർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമുക്ക്, ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ, സൂമിന്റെ അപ്ഡേഷൻ കാരണം ഒത്തിരി ടെക്നിക്കൽ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുകയാണ്. സ്ക്രീൻ ഷെയറിങ്ങിന്റെ കാര്യത്തിലും ഓഡിയോ ഷെയറിങ്ങിന്റെ കാര്യത്തിലും ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എങ്കിലും ഇത്രയും നാൾ സൂം വളരെ മനോഹരമായി ഉപയോഗിക്കുവാനും അതിലൂടെ ദൈവത്തെ ആരാധിക്കുവാനും നമുക്ക് സാധിച്ചു. സൂം ഇല്ലാതിരുന്ന സമയങ്ങളിലും നമ്മൾ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. And we will continue to worship. Worshipping God is in spite of all the facilities that we have. ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങൾ ഇത്രയും പേർ കാണിക്കുന്ന മനസ്സിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ ഹോസ്റ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിന്റെ പിന്നെ അധ്വാനിക്കുവാനും സുല്ലച്ചാനും കുടുംബവും ഒക്കെ കാണിക്കുന്ന അവരുടെ ആ ഒരു മനസ്സ്, അതൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഇന്നത്തെ ആരാധന സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് ചുരുക്കമായി ഏതാനും സംഗതികൾ ഇന്നത്തെ ചിന്താവിഷയം ബന്ധപ്പെട്ട് നിങ്ങളെ ഓർപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. Today we have a theme which is very close to our heart: baptism. ബാപ്റ്റിസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ദി ഇവന്റ് ഓഫ് ബാപ്റ്റിസം. നമ്മുടെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ഓർമ്മ വെക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഒരുപക്ഷെ നമ്മൾ ചിലർക്കെങ്കിലും ഫോട്ടോയിലൂടെ മാത്രം കണ്ട് പരിചിതമായിരിക്കാം നമ്മുടെയൊക്കെ ബാപ്റ്റിസം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബാപ്റ്റിസം, നമ്മുടെ റിലേറ്റീവ്സിന്റെ ബാപ്റ്റിസം. ബാപ്റ്റിസം ആസ് എ ഇവന്റ്, അതിന്നൊരു വലിയ സെലിബ്രേഷനാണ്. നമ്മൾ നമ്മുടെ ബന്ധുക്കളെയും കൂട്ടുകാരെയും ഒക്കെ പള്ളിയിലേക്ക് വിളിച്ച് ഒരു വലിയ ഫീസ്റ്റായി പലപ്പോഴും ബാപ്റ്റിസത്തെ നാം കാണാറുണ്ട്, നമ്മൾ അതിന്റെ ഭാഗമാകാറുണ്ട്. സോ ദി ഇവന്റ് ഓഫ് ബാപ്റ്റിസം. രണ്ടാമത് ആർഗ്യുമെന്റ് ആണ്. ബാപ്റ്റിസം സംബന്ധിച്ച് ഒത്തിരി ആർഗ്യുമെന്റ് ഉണ്ട്. അഡൽട്ട് ബാപ്റ്റിസം ആണോ, ഇൻഫന്റ് ബാപ്റ്റിസം ആണോ ശരി, അത് തന്നെ ഇമേഴ്സ് ബാപ്റ്റിസം ആണോ, സ്പ്രിങ്കിൾ ബാപ്റ്റിസം ആണോ, അങ്ങനെ മോഡ്സ് ഓഫ് ബാപ്റ്റിസത്തെ കുറിച്ച് ഒത്തിരി ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഫോർമുലയെ കുറിച്ച്, യേശുവിന്റെ നാമത്തിലുള്ള ബാപ്റ്റിസം ആണോ, ത്രിയേക ദൈവത്തിന്റെ നാമത്തിലുള്ള ബാപ്റ്റിസം ആണോ. സോ ദാറ്റ് ഇസ് വിത്ത് റിഗാർഡ് ടു ദി ആർഗ്യുമെന്റ്സ്. ഒരുപക്ഷെ ഒരു കുടുംബത്തിലെ തന്നെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പോലും ശിഥിലീകരിക്കപ്പെടുന്ന രീതിയിൽ ഈ ആർഗ്യുമെന്റ്സ് മാറാറുണ്ട് എന്നത് വളരെ സങ്കടകരം. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന സംഗതി, ഡോക്ട്രിൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ 1 കൊരിന്ത്യർ 13 പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ ആവർത്തിച്ച് പോസ്റ്റ് ചെയ്യുന്നത് പോലെ,
വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ വലുതോ സ്നേഹമാണ്. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും പെർസ്പെക്റ്റീവ്സും ഒക്കെ ബന്ധങ്ങൾ തകരുന്നതിന് കാരണമായി തീരരുത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ബന്ധങ്ങളിലേക്കാണ്. സോ ഓൾവേസ് എംബ്രേസ് അതേഴ്സ്. ഞാനാണ് ശരി എന്ന് തെളിയിച്ചുകൊണ്ട് ഈ ലോകത്ത് 6 അടി മണ്ണിന്റെ അപ്പുറം, ഒരു പിടി ചാരത്തിന്റെ അപ്പുറം നമ്മൾ ഒന്നും എങ്ങും എത്തിച്ചേരുന്നില്ല. റിലേഷൻഷിപ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ആർഗ്യുമെന്റ്സ് തുടരുകയാണ്. പണ്ടൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നത് പോലെ ടോഫി ഓർ കോഫി, ഇതുപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടിനും പറ്റിയ ആർഗ്യുമെന്റ്സും രണ്ടിനും പറ്റിയ ലെജിറ്റിമൈസേഷൻസും ഒക്കെ വേദപുസ്തകത്തിൽ ആവശ്യത്തിലധികമുണ്ട്. രണ്ടു കൂട്ടർക്കും വാക്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ആർഗ്യൂ ചെയ്യാൻ സാധിക്കും. അതിന്റെ അപ്പുറത്ത് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനാണ്, ഒത്തിരി സ്നേഹിക്കാൻ വേണ്ടിയാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ബാപ്റ്റിസത്തെ കുറിച്ച് മൂന്നാമത് നമ്മുടെ ചിന്തയിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ചിത്രം ഡോക്യുമെന്റ് ആണ്. ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് സ്കൂളിൽ ചേർക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലീഗൽ വാലിഡിറ്റിക്ക് വേണ്ടി ഡോക്യുമെന്റ്, സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പോൾ ബാപ്റ്റിസത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന 3 ചിന്തകളാണ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചത്. ഇവന്റ്, ആർഗ്യുമെന്റ് ആൻഡ് ഡോക്യുമെന്റ്. ഇവന്റ് എന്ന് പറയുമ്പോൾ അത് റിച്വൽ റിലേറ്റഡ് ആണ്. ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ ഡോക്ട്രിനൽ റിലേറ്റഡ് ആണ്. സർട്ടിഫിക്കറ്റ്, ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ ലീഗൽ റിലേറ്റഡ് ആണ്. സോ റിച്വൽ, ഡോക്ട്രിൻസ്, ലീഗൽ വാലിഡിറ്റി, ഇതൊക്കെയാണ് ബാപ്റ്റിസത്തെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാറുള്ളത്. ഇതൊക്കെ ആവശ്യമായിരിക്കാം. എന്നാൽ അതിന്റെ അപ്പുറത്ത് വാട്ട് വി ഫർഗെറ്റ് ഇസ് ദി എത്തിക്കൽ ആൻഡ് ദി സ്പിരിച്വൽ ആസ്പെക്ട് ഓഫ് ബാപ്റ്റിസം. ബാപ്റ്റിസത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് അതിലെ എത്തിക്കൽ, സ്പിരിച്വൽ ആയിട്ടുള്ള സംഗതികളാണ്. നമുക്കറിയാം, നമ്മുടെ പള്ളികളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ബാപ്റ്റിസത്തിന്റെ ഫോണ്ട്, ബാപ്റ്റിസത്തിന്റെ ബപ്തിസ്മ തൊട്ടി നാം കാണുമ്പോൾ അതിന് എത്ര സൈഡ്സ് ആണുള്ളത്? ഒരു നോർമൽ ബപ്റ്റിസ്മൽ ഫോണ്ടിന് 8 സൈഡ്സ് ആണുള്ളത്. ഒക്ടഗണലാണ് ഒരു ബപ്റ്റിസ്മൽ ഫോണ്ട്. സ്നാനത്തൊട്ടി എന്ന് പറയുന്നത്, ബപ്തിസ്മ തൊട്ടി എന്ന് പറയുന്നത് 8 വശങ്ങളുള്ളതാണ്. എന്താണ് ഈ 8 വശങ്ങൾ അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് 6 ദിവസങ്ങൾ കൊണ്ടാണ്. അത് കഴിഞ്ഞ് 7ാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു. സോ 7 days. And what is about the 8th day? 8th day is about the new creation. യേശു ക്രിസ്തുവിലൂടെ സംഭവിക്കുന്നതായ ന്യൂ ക്രിയേഷനെയാണ് 8ാമത്തെ വചനം സൂചിപ്പിക്കുന്നത്. 7 വശം സൂചിപ്പിക്കുന്നത് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച ക്രിയേഷനെ കുറിച്ചാണെങ്കിൽ 8ാമത്തെ വശം സൂചിപ്പിക്കുന്നത് ഒരു പുതു സൃഷ്ടിയെ കുറിച്ചാണ്. നമ്മൾ ഈ ബാപ്റ്റിസത്തിന്റെ ഇവന്റിനെ കുറിച്ചും ആർഗ്യുമെന്റിനെ കുറിച്ചും ഡോക്യുമെന്റിനെ കുറിച്ചും റിച്വൽ, ഡോക്ട്രിനൽ, ലീഗൽ വാലിഡിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ആർഗ്യൂ ചെയ്യുമ്പോൾ, സഭയായി, ഒരു സഭ മാത്രമല്ല എല്ലാ സഭകളും നമ്മളൊക്കെ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് അബൌട്ട് ന്യൂ ക്രിയേഷൻ. ഒരു പുതിയ സൃഷ്ടിയാകുവാൻ, ധാർമ്മികതയുള്ള, ആത്മീയത ജീവിക്കുന്ന ഒരു പുതു സൃഷ്ടിയായി തീരുവാനാണ് ഈ ബാപ്റ്റിസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും, സങ്കടകരമെന്ന് പറയട്ടെ, മറന്നുപോവുകയാണ്. ബാപ്റ്റിസത്തെ കുറിച്ച് ഘോരം നാം വാദിക്കുമ്പോഴും അതിന്റെ യാതൊരു ഇമ്പാക്റ്റും ഇല്ലാത്ത ജീവിതമാണ് നാം പലപ്പോഴും നയിക്കാറുള്ളത്. ഇറ്റ്സ് വെരി സാഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കുക, ബാപ്റ്റിസം നമ്മളെ ഓർപ്പിക്കേണ്ടത് ഒരു ലിഫ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. 2 സംഗതികൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാണ്. രണ്ടും നമ്മുടെ CSI ലിറ്റേർജിയിൽ നിന്നാണ്. CSI ലിറ്റേർജിയിൽ, ബാപ്റ്റിസത്തിന്റെ ലിറ്റേർജി പരിശോധിച്ചാൽ അവിടെ പറയുന്ന പ്രധാനപ്പെട്ടതും നമ്മൾ ഒരിക്കലും മറന്നുകൂടാത്തതുമല്ല, ഒരിക്കലും മറക്കാൻ ശ്രമിച്ചുകൂടാത്തതുമായ 2 സംഗതികളാണ് വളരെ വേഗം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, നാണിക്കരുത്. ഇത് ഞാൻ പറഞ്ഞതല്ല, CSI ലിറ്റേർജിക്കകത്തുള്ളതാണ്, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തുള്ളതാണ്. നാണിക്കരുത്. നമ്മൾ സാധാരണ മക്കളോട് ചോദിക്കാറുണ്ട്, നാണമില്ലേ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ചോദിക്കും, എന്താ നാണമില്ലേ? വളരെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ ലിറ്റേർജിക്കകത്ത്, ബപ്റ്റിസ്മൽ ലിറ്റേർജിക്കകത്ത്, CSI ലിറ്റേർജിക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദമാണ് നാണിക്കരുത്. ഡു നോട്ട് ബി അഷെയിംഡ്. അത് വേദപുസ്തകത്തിലെ പദവുമാണ്. ഡു നോട്ട് ബി അഷെയിംഡ്. ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ നാണിക്കരുത്. ആ അർത്ഥത്തിലാണ് ഡു നോട്ട് ബി അഷെയിംഡ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ബപ്തിസ്മപ്പെടുത്തുന്നു. അച്ഛൻ
കുരിശു വരച്ചുകൊണ്ട് പറയുകയാണ്, ഈ പൈതലിൽ നാം മെശിഹായുടെ ആട്ടിൻകൂട്ടമായ സഭയിലേക്ക് കൈക്കൊണ്ട് ഇനിമേൽ ഇവൻ അല്ലെങ്കിൽ ഇവൾ ക്രൂശിക്കപ്പെട്ട മെശിഹായിലുള്ള വിശ്വാസം ഏറ്റുപറയുവാനും അവന്റെ കൊടിക്കിൽ നിന്ന് പാപത്തോടും ലോകത്തോടും പിശാചിനോടും ധൈര്യത്തോടെ യുദ്ധം ചെയ്യുവാനും ഇവന്റെ അല്ലെങ്കിൽ ഇവളുടെ പ്രാണാവസാനം വരെ മെശിഹായുടെ വിശ്വസ്ത പടയാളിയും ദാസനും അല്ലെങ്കിൽ ദാസിയുമായിരിക്കുവാനും നാണിക്കരുത് എന്നുള്ളതിന് അടയാളമായി നാം ഇവനിൽ അല്ലെങ്കിൽ ഇവളിൽ കുരിശിന്റെ അടയാളം വരയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ നെറ്റിയിൽ കുരിശിന്റെ അടയാളം അച്ഛൻ വരച്ചപ്പോൾ എന്താണ് അർത്ഥമാക്കിയത്? നാണിക്കരുതെന്നാണ്. നാണിക്കരുത്, ലജ്ജിക്കരുത്. എന്തിനെ ഓർത്ത് ലജ്ജിക്കരുത്? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനെ ഓർത്ത് ലജ്ജിക്കരുത്. നമ്മൾ ആ പ്രാർത്ഥനയിൽ ഇതാണ് പറഞ്ഞത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ from now onwards to confess the faith of Christ crucified. 2, to resist അല്ലെങ്കിൽ to renounce bodily sin, world and Satan. 3, to continue as Christ's faithful servant until your life's end, not to be ashamed. അതിന്റെ അടയാളമായി as a sign receive the sign of his cross. ഇത് തന്നെയാണ് കൺഫർമേഷൻ സർവീസിലും ഒരു കുഞ്ഞ് 14 വയസ്സാകുമ്പോൾ 15 വയസ്സാകുമ്പോൾ ഏറ്റുപറയുന്നത്. ക്രൂശിക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുന്നതിനും അവന്റെ കൊടിക്കിൽ നിന്ന് ധൈര്യത്തോടെ പോരാടുന്നതിനും വാക്കിലും പ്രവൃത്തിയിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവപര്യന്തം അവന്റെ വിശ്വസ്ത പടയാളികളും സേവകരുമായി തുടരുന്നതിനും നിങ്ങൾ ബാധ്യസ്ഥരാണോ എന്ന് ബിഷപ്പ് ചോദിക്കുമ്പോൾ, to confess the faith of Christ crucified and risen, to resist bodily, to continue as Christ's faithful servant until your lives end in thoughts, in words and deeds എന്ന് ബിഷപ്പ് ചോദിക്കുമ്പോൾ അവർ ഓരോരുത്തരും ഏറ്റുപറയുകയാണ്, ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ എന്റെ ദൈവമേ, ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ എനിക്കുള്ളവളല്ല, നിനക്കുള്ളവനത്രേ, നിനക്കുള്ളവളത്രേ. എന്റെ ആയുസ്സിൻ നാളൊക്കെയും നിന്നെ സ്നേഹിക്കേണ്ടതിനും വിശ്വസ്തയോടെ നിന്നെ സേവിക്കേണ്ടതിനും ഞാൻ എന്നെ തന്നെ നിന്റെ പൈതലായി നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. I am not my own but yours. I rely on your grace and power of your Holy Spirit. I give myself to you as your child to love and serve you all the days of my life. ഇതൊക്കെ നമ്മൾ ഓർക്കാറുണ്ടോ? ബാപ്റ്റിസത്തെ കുറിച്ച് പറയുമ്പോൾ ഇവന്റിനെ കുറിച്ചും ഡോക്യുമെന്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ആർഗ്യുമെന്റിന്റെ പിന്നാലെ പോകുമ്പോൾ, do we ever think that we are called to live baptism? ജീവിതത്തിൽ ബാപ്റ്റിസം എന്ന് പറയുന്നത് ജീവിക്കുവാൻ ലഭിച്ച ഒരു വലിയ നിയോഗമാണ്. നമ്മൾ ആരും ഒരിക്കലും മറക്കരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ബാപ്റ്റിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന സംഗതികളെക്കാൾ വളരെ ഡീപ്പാണ്. ഇറ്റ്സ് എ വെരി കോസ്റ്റ്ലി ലിവിങ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്, നാണിക്കരുത്. ക്രിസ്തുവിനെ ഏറ്റുപറയുവാൻ, പാപത്തിന്റെ പിന്നാലെ പോകാതിരിക്കുവാൻ, നാം പാപത്തിന് പിന്നാലെ പോകരുത്, സാത്താന്റെ പിന്നാലെ പോകരുത്. യേശുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ, ജീവിതത്തിൽ നാം ആയിരിക്കുന്നിടങ്ങളിൽ, ഭവനങ്ങളിലും സമൂഹത്തിലും ജോലി ചെയ്യുന്നിടങ്ങളിലും പഠിക്കുന്നിടങ്ങളിലും ഒക്കെ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, എത്ര നല്ലതായിരുന്നു. സഭയ്ക്ക് നഷ്ടപ്പെട്ട ഒരു പൈതൃകം അതാണ്. നമ്മളെല്ലാരും ഇവന്റ്സിന്റെ പുറകെയാ, റിച്വൽസിന്റെ പുറകെ, ആചാരങ്ങളുടെ പുറകെയാ. ഇല്ലാത്തതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ഉള്ളതിന്റെ പിന്നാലെ പോവുകയാ, ഇല്ലാത്തതിന്റെ പിന്നാലെ പോവുകയാ, ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഡോക്യുമെന്റ്സിന്റെ പിന്നാലെ, ആർഗ്യുമെന്റ്സിന്റെ പിന്നാലെയൊക്കെ പോകുമ്പോൾ we forget that it's about a spiritual and ethical life. ജീവിതത്തിൽ ഈ സ്പിരിച്വൽ എത്തിക്കൽ ലൈഫ് നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ എന്തൊക്കെ ആചാരങ്ങളുടെ പിന്നാലെ പോയാലും എന്ത് പ്രയോജനം, എന്ത് പ്രയോജനം? ഇതൊക്കെ നമ്മൾ എവിടെ കൊണ്ടെത്തിക്കാനാണ്? ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെ അപ്പുറം യഥാർത്ഥ ഭക്തിപരമായ ആത്മീയമായ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ബാപ്റ്റിസം നമ്മളെ ഓർപ്പിക്കുകയാണ്. രണ്ടാമത് അവിടെ ഓർപ്പിക്കുന്ന നിത്യജീവനെ കുറിച്ചാണ്, ഇറ്റേണൽ ലൈഫിനെ കുറിച്ചാണ്. CSI സഭയുടെ ലിറ്റേർജിയൊക്കെ പരിശോധിച്ചാൽ നിത്യജീവനെ കുറിച്ച്, അത് ബാപ്റ്റിസം മാത്രമല്ല, വിവാഹത്തിന്റെ ലിറ്റേർജി നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഇറ്റേണൽ ലൈഫിനെ കുറിച്ച് എത്ര ശക്തമായിട്ട് അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മളിതൊക്കെ കേൾക്കാറുണ്ടോ ഓർക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വിവാഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മോതിരത്തെക്കുറിച്ചും താലിയെക്കുറിച്ചും മാലയെക്കുറിച്ചും മന്ത്രകോടിയെക്കുറിച്ചും ഒക്കെ ഓർക്കാറുണ്ട്. അതൊക്കെ നേരത്തെ ക്രമീകരിച്ച് ചെയ്യേണ്ടതെല്ലാം ചെയ്ത് വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. പക്ഷേ ആ ലിറ്റേർജിക്കകത്ത് ആവർത്തിച്ച് പറഞ്ഞ നിത്യരാജ്യത്തെ കുറിച്ച്, നിത്യജീവനെ കുറിച്ച് ആർ വി ബോധേഡ്? നമ്മുടെ യൂക്കറിസ്റ്റ് ലിറ്റേർജിയിൽ, നമ്മുടെ ബാപ്റ്റിസ്മൽ ലിറ്റേർജിയിൽ പറയുന്ന നിത്യജീവനെ കുറിച്ച് ആർ വി റിയലി ബോധേഡ്? ഈ ലോകത്തിന്റെ അപ്പുറത്തൊരു ജീവനുണ്ടെന്ന് നമ്മൾ ആർ വി ബോധേഡ്? നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഇതൊക്കെ നമ്മളെ നിത്യരാജ്യത്തിന് അവകാശികളാക്കി മാറ്റുമോ പ്രിയപ്പെട്ടവരെ? ഇന്ന് ഈ ബാപ്റ്റിസത്തിന്റെ ഇവന്റിന്റെയും ഡോക്യുമെന്റിന്റെയും ആർഗ്യുമെന്റ്സിന്റെയും പിന്നാലെ ഞാനും നിങ്ങളും പോകുമ്പോൾ
നമ്മുടെ ജീവിതം കൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരുന്ന ജീവിതമാണോ നമ്മുടെ ജീവിതം? We need to ask ourselves. ബാപ്റ്റിസത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, ബപ്തിസ്മയാൽ ക്രിസ്തുവിനോട് കൂടെ അവന്റെ മരണത്തിൽ അടക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഇവൻ അല്ലെങ്കിൽ ഇവൾ അവളുടെ പുനരുത്ഥാനത്തിനും ഓഹരിക്കാരൻ അല്ലെങ്കിൽ ഓഹരിക്കാരി ആകേണ്ടതിനും, അങ്ങനെ ഇവിടെ ജീവന്റെ പുതുക്കത്തിൽ നിന്നെ സേവിച്ചിട്ട് ഒടുക്കം നിന്റെ വിശുദ്ധ സഭയിൽ ശിഷ്ടമുള്ളവരോടുകൂടെ ഇവൻ അല്ലെങ്കിൽ ഇവൾ നിന്റെ നിത്യരാജ്യത്തിന് അവകാശിയായി തീരേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളണമേ. ആമേൻ. ആൻഡ് ഫൈനലി ഇംഗ്ലീഷിൽ ഇങ്ങനെയാ, ഒറ്റ വാചകം വായിക്കട്ടെ: വിത്ത് ഓൾ യുവർ ചർച്ച് ഇൻഹെറിറ്റ് യുവർ എവർലാസ്റ്റിംഗ് കിങ്ഡം. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻഹെറിറ്റിംഗ് എവർലാസ്റ്റിംഗ് കിങ്ഡം. Are we really bothered? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അഭ്യസിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ കൺഫർമേഷൻ സർവീസിലും കുഞ്ഞുങ്ങൾ പറയാൻ പോകുന്നത് തന്നെ. അവർ പറയും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ദൈവഭയത്തിന്റെയും ആത്മാവിനെ ഇവരിൽ വർദ്ധിപ്പിച്ച് നിന്റെ കരുണയാൽ ഇവരെ നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമേ. പള്ളിയുടെ അംഗമാക്കി മാറ്റുന്നതിനപ്പുറത്ത് നിത്യജീവനിലേക്ക് കാത്തുകൊള്ളണമേ. കർത്താവേ, നിന്റെ ഈ പൈതൽ, നമ്മുടെ ബിഷപ്പ് തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാ, കർത്താവേ, നിന്റെ ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായിരിക്കേണ്ടതിനും അല്ലെങ്കിൽ നിനക്കുള്ളവളായിരിക്കേണ്ടതിനും നിന്റെ നിത്യരാജ്യത്തിൽ വരുവോളം നിന്റെ പരിശുദ്ധാത്മാവിൽ ദിവസം തോറും അധികം അധികം വർദ്ധിക്കേണ്ടതിനും നിന്റെ സ്വർഗീയ കൃപ കൊണ്ട് ഇവനെ അല്ലെങ്കിൽ ഇവളെ ബലപ്പെടുത്തണമേ. The spirit of wisdom and understanding, spirit of counsel and inward strength, spirit of knowledge and the fear of the Lord, send them forth in the power of your Holy Spirit to love and serve you with joy, to be a foretaste of your reign of justice and peace. Strengthen, O Lord, this your child with your heavenly grace, that he or she may continue yours forever and daily increase in the Holy Spirit until he or she comes into your everlasting kingdom. നമുക്ക് നിത്യജീവനൊന്നും വേണ്ടേ? നിത്യരാജ്യമൊന്നും വേണ്ടേ? ഈ ലോകത്തിൽ ലഭിക്കുന്ന 90 വയസ്സ്, 80 വയസ്സ്, 50 വയസ്സ്, 40 വയസ്സ്, 30, 20 വയസ്സ് അത് ആനന്ദിച്ച് അർമാദിച്ച് ജീവിച്ച് ഇവിടെ അവസാനിക്കാനാണോ നമ്മുടെ ജീവിതം? നമ്മുടെ ബാപ്റ്റിസവും നമ്മുടെ കൺഫർമേഷനും എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് റിയലി എ വെരി ചാലഞ്ചിങ് ആൻഡ് കോസ്റ്റ്ലി എക്സ്പീരിയൻസ്. നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഞാൻ ആദ്യം ഓർപ്പിച്ചത് ഇവന്റിനെ കുറിച്ച്. നല്ല കാര്യമാണ്, വളരെ ചിട്ടയോടുകൂടെ ചെയ്യേണ്ടതാണ് റിച്വൽ. ആർഗ്യുമെന്റ്സ് നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് തീർച്ചയായും പ്രൊക്ലെയിം ചെയ്യാം. ഡോക്യുമെന്റ്സ് ലീഗൽ വാലിഡിറ്റി നല്ലതാ. പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത് നിന്റെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റ് എവിടെ എന്നല്ല കർത്താവ് എന്നോട് ചോദിക്കാൻ പോകുന്നത്. ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ God is not going to ask me, Vijay, where is your baptism certificate? That is not what God is bothered about. God is bothered about whether I lift my baptismal vows and pledges. ബപ്തിസ്മയുടെ സമയത്ത് കൺഫർമേഷൻ സർവീസ് ഞാൻ എടുത്ത ഉത്തരവാദിത്തങ്ങൾ, പ്രതിജ്ഞകൾ ഞാൻ ജീവിച്ചോ? പാപത്തെ ഉപേക്ഷിക്കുവാൻ, ലോകത്തെ ഉപേക്ഷിക്കുവാൻ, സാത്താനെ ഉപേക്ഷിക്കുവാൻ, ക്രിസ്തുവിനെ പിൻപറ്റുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ, കരുതുവാൻ, സഹായിക്കുവാൻ മനസ്സ് കാണിച്ചോ? ഇല്ലെങ്കിൽ വലതു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ പറയുമ്പോൾ ഞാൻ ലഭ്യനായി ഇടതു ഭാഗത്തേക്ക് നിൽക്കേണ്ടി വരും. അച്ഛനായാലും കൊള്ളാം, അധ്വാനായാലും കൊള്ളാം. What is going to guarantee heaven is not my baptismal certificate, but whether I lift my baptismal vows and pledges. സഭയാകമാനം ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്, ആർ യു ബാപ്റ്റൈസ്ഡ്? എന്നിട്ട് ചോദിക്കും, എന്നായിരുന്നു ബാപ്റ്റിസം? നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഐ വാസ് ബാപ്റ്റൈസിനെ കുറിച്ചാണ്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഐ വാസ് ബാപ്റ്റൈസിനെ കുറിച്ചല്ല, ഐ ആം ബാപ്റ്റൈസിനെ കുറിച്ചാണ്. അതാണ് ഞാൻ ഇന്ന് മുഴുവൻ പറയാൻ ശ്രമിച്ചത്. ഐ വാസ് ബാപ്റ്റൈസ് എന്ന് പറഞ്ഞാൽ ഇന്ന പള്ളിയിൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് എടുത്ത ബാപ്റ്റിസത്തെ ഇവന്റിനെ കുറിച്ചാണ്. ഐ ആം ബാപ്റ്റൈസ് എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടിന്യൂയിങ് എക്സ്പീരിയൻസ് ആണ്. നിരന്തരം ടു ഡൈ ആൻഡ് റൈസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ മരിക്കുവാൻ, ക്രിസ്തുവിൽ ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു ബപ്തിസ്മയുടെ അനുഭവമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാം. ഈ ജീവിതത്തിന്റെ അപ്പുറത്ത് നമുക്കെല്ലാം നിത്യജീവനുണ്ട്. അതിന് ഓഹരിക്കാരായി തീരണം എന്നാണ് കർത്താവിന്റെ ആഗ്രഹം.
ആ കർത്താവിന്റെ ആഗ്രഹത്തെ നമുക്ക് മാനിക്കാം. നമ്മുടെ ജീവിതം ഇവന്റ്സിന്റെയും ആർഗ്യുമെന്റ്സിന്റെയും ഡോക്യുമെന്റ്സിന്റെയും പുറകെ പോയി അതാണ് അൾട്ടിമേറ്റ് ചിന്തിക്കാനുള്ളതല്ല. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അതാണ് അൾട്ടിമേറ്റ് ചിന്തിക്കാനുള്ളതല്ല. അതിന്റെ അപ്പുറത്ത് നാണിക്കാതെ, ക്രിസ്തുവിനെ പിൻപറ്റുന്നതിൽ നാണിക്കാതെ ജീവിച്ച് നിത്യജീവൻ അവകാശികളായി തീരുമ്പോൾ അവിടെയാണ് ഇതിന്റെയൊക്കെ ലക്ഷ്യം, പേർപ്പസ് സെർവ് ചെയ്യുന്നത്. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അപ്പോൾ പിതാവാ ദൈവത്തിനും പുത്രനാ ദൈവത്തിനും പരിശുദ്ധാത്മാ ദൈവത്തിന് സകല ബഹുമാന മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ.